ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഞാൻ ഒരു 11 മണി തൊട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പണികൾ ഉണ്ടായിരുന്നത് അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാലത്ത് ചോറൊക്കെ വെച്ചു, അതുപോലെ ബീൻസ് തോരനും തക്കാളി കറിയൊക്കെ വെച്ചു. മീൻ കിട്ടാൻ അല്പം താമസിച്ചതുകൊണ്ടാണ് മീൻ കറി മാത്രം ഇച്ചിരി താമസിച്ച് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ചൂര മീനാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ മീൻ കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എല്ലാ പാചകവും റെഡിയാക്കിയത്. അപ്പോൾ മോന് സ്കൂളുണ്ട്, കോളേജുകാർക്ക് ഇന്ന് ലീവാണ്. ഇന്നല്ല കുറേ ദിവസം കൊണ്ട് അവർക്ക് സ്റ്റഡി ലീവാണ്. അപ്പോൾ മോന് സ്കൂളിൽ പോകണമല്ലോ, അതുകൊണ്ട് കാലത്ത് തന്നെ ചോറും ബീൻസൊക്കെ റെഡിയാക്കി അവന് ലഞ്ച് കൊടുത്തേക്കണമല്ലോ, അതുകൊണ്ട് എല്ലാം കാലത്ത് തന്നെ റെഡിയാക്കി. ഇപ്പം മീൻ ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ മീൻ റെഡിയാവും. അപ്പോൾ മീൻ കറി റെഡിയായി. ഇനിയിപ്പോൾ ഉടനെ ഞാൻ ഊണ് കഴിക്കുന്നില്ല, കാരണം ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഊണ് കഴിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ചെറിയ മഴ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ മഴയില്ല, മഴയൊക്കെ തീർന്നു. അങ്ങനെ ഞാനൊരു 12 മണിയൊക്കെ ആയതിന് ശേഷം പതുക്കെ ക്ലീനിങ് തുടങ്ങി. അപ്പം ക്ലീനിങ് തുടങ്ങുമ്പോൾ എനിക്കൊരു ചെറിയ മടിയുണ്ടായിരുന്നു, പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പം വടവടായിട്ട് ജോലികൾ നടന്നു. ഞാൻ ഇന്നലെ വിചാരിച്ചതാണ് ഒന്ന് ക്ലീനിങ് ചെയ്യണമെന്ന്, പക്ഷേ ഇന്നലെ ഒട്ടും പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഹാളാണ് ഞാൻ അടിക്കുന്നത്. ഇതിൽ മാറാളത്രയും ഇല്ല, ചെറിയ അവിടെ ഇവിടെയായിട്ട് ചെറിയ വലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒന്ന് ക്ലീൻ ചെയ്താലോ എന്ന് കരുതിയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എല്ലാ മാസവും ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല, മാസത്തിലൊരിക്കലാണ് ഇതുപോലെ വലയൊക്കെ അടിച്ചു കൊടുക്കാറ്. അപ്പം ക്ലീനിങ് ഒരു ചെറിയ പണിയല്ല, അത് ഇച്ചിരി വലിയ പണി തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് സമയം എടുക്കും, അതുപോലെ നമുക്ക് കൈയൊക്കെ വേദന എടുക്കും. എന്നാലും നമുക്ക് ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു മുറി മാത്രമല്ല, എല്ലാ മുറിയും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പം നല്ല ടയർഡ് ഉണ്ടാവും. അപ്പോൾ എനിക്കും ആദ്യം ഞാൻ ഹാളാണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. ഹാള് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ടയർഡ് ഉണ്ടായി. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റ് മുറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കർട്ടനൊക്കെ ഇടുന്നത് വലിയ ആഗ്രഹത്തിലാണ് കർട്ടനൊക്കെ ഇടുമ്പം നമുക്കറിയില്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് വലകളുണ്ടാവും. നമ്മൾ കാണുമ്പോൾ അറിയില്ല. ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പിൻ്റെ ഇടയ്ക്കാണ് കൂടുതലും വലകളിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുമ്പോൾ അറിയില്ല, പക്ഷേ ഇതുപോലത്തെ ഈ കമ്പിയുടെ ഇടയ്ക്കാണ് കൂടുതലും വലകൾ ഇരിക്കുന്നത്. ഈ വലകൾ അടിക്കുമ്പോഴേ നമ്മൾ ഇപ്പോഴാണല്ലോ അടിച്ചു കൊടുത്തതെന്ന് വിചാരിക്കും. അതിനു മുമ്പ് 1 മാസം പെട്ടെന്ന് പോയി. അതിൻ്റെ ഇടയ്ക്ക് വലകളും ഉണ്ടായി. 1 മാസത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ ചെറിയ ചെറിയ വലകളൊക്കെ അവിടെ ആയിട്ടുണ്ടായി. അപ്പം നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് വല അടിച്ചില്ലെങ്കിൽ പണിയാവും. നമ്മൾ വീട് വയ്ക്കുമ്പോഴൊക്കെ വലിയ ആഗ്രഹത്തോടാണ് വലിയ വീടൊക്കെ വെക്കുന്നത്. നമ്മൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് വീടുകളൊക്കെ വെക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസം നമുക്ക് എല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാം മടിയാവും. കാരണം ഫുൾ ഹൗസ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പം ആകെ തളരും. ആദ്യമൊക്കെ 2 ദിവസത്തിലൊരിക്കൽ ക്ലീനിങ് ആയിരിക്കും, പിന്നെ ഒരാഴ്ചയിലൊരിക്കലായിരിക്കും, പിന്നെ അത് മാസങ്ങളാവും. അങ്ങനെയാണ് എനിക്കൊക്കെ പറ്റിയത്. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ ആയിരുന്നു ക്ലീനിങ് ചെയ്യാനൊക്കെ. പിന്നെ അത് കുറഞ്ഞ്, കാരണം എല്ലാ മുറിയും എല്ലാം മുകളിലത്തെ ഫ്ലോറും താഴെയും എല്ലാം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വടിയാവും. അപ്പോൾ നമ്മൾ ജോലിക്ക് ആൾക്കാർ വെക്കുവാണെങ്കിൽ അത്ര കൃത്യമായിട്ട് അവർ ചെയ്യാറില്ല. അവർ പെട്ടെന്ന് അങ്ങനെ ചെയ്തിട്ടിട്ട് പോവും. അപ്പോൾ നമുക്കത് ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജോലിക്ക് ആൾക്കാർ നിർത്താത്തത്, നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പം ഞാൻ വിൻഡോസൊക്കെ ഇത് തുടച്ചു കൊടുക്കുവാണ്. ഇതുപോലത്തെ നമ്മൾ കയ്യിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടിട്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ അകത്തും പുറത്തും തുടച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് അഴുക്കുകളൊക്കെ അങ്ങനെ വന്നോളും. നമ്മൾ കഠിനമായിട്ട് ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ സ്മാർട്ടായിട്ട് ചെയ്യുന്നതാണ് നല്ലത്.
വളരെ എളുപ്പത്തിൽ തുടയ്ക്കാൻ പറ്റുന്ന ഐറ്റങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ തുടയ്ക്കുന്നതാണ് നല്ലത്. അല്ലാതെ വെറുതെ ഇരുന്ന് കൈകൊണ്ട് എല്ലാം നമ്മൾ തുടച്ചെടുക്കുവാണെങ്കിൽ പറ്റത്തില്ല, സമയവും പോവും, അതുപോലെ നമുക്ക് ശരീരവേദനയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കൂടുതലും ക്ലീൻ ചെയ്യുന്നത് താഴത്തെ ഫ്ലോറ് ഒരു ദിവസവും മുകളിലത്തെ ഫ്ലോറ് ഒരു ദിവസം. ആദ്യമൊക്കെ രണ്ടും ഒരു ദിവസം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം താഴെയും ഒരു ദിവസം മുകളിലാണ് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ലീവായിട്ടിരിക്കുന്ന സമയമാണ് ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അവരൊക്കെ പെൺമക്കൾ 2 പേരും എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ വീട് മൊത്തം, അതായത് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ താഴത്തെ ഫ്ലോറ് മൊത്തവും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തറയിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് വീണ്ടും ഇത് അടുത്തതായിട്ട് തൂക്കാനായിട്ട് വന്നത്. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പം പാട്ടൊക്കെ ഇട്ടിട്ടാണ് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടമാണെങ്കിൽ അത് കേട്ടിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പം വളരെ കഷ്ടമായിട്ടൊന്നും തോന്നാറില്ല, എളുപ്പത്തിൽ നമുക്ക് ജോലി തീരും. പക്ഷേ എപ്പോഴും അങ്ങനെ പറ്റുകയില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജോലി ചെയ്യാറുണ്ട്. പാട്ടില്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ന്യൂസൊക്കെ ഇട്ട് വെച്ചിട്ടൊക്കെയാണ് ജോലിയല്ല ക്ലീനിങ് ചെയ്യുന്നത്. ക്ലീനിങ് നമ്മളിത്തിരി ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണല്ലോ. ഇത് ക്ലീനിങ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബോറൊക്കെ അടിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയാണ് ഊണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ബീൻസ് തോരനും തക്കാളിക്കറിയും ചൂരമീനുമാണ് ഇന്ന്. അങ്ങനെ കുറച്ച് ഐറ്റങ്ങളിൽ ഒതുക്കി. ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങാപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ 4-5 മാങ്ങാപ്പഴം ഞങ്ങൾ വെട്ടിക്കഴിച്ചു. അത് നല്ല രുചിയുള്ള നീല മാങ്ങയാണ് ഇത്. ഇപ്പോൾ ഭയങ്കര രുചിയുള്ള ഒരു മാങ്ങാപ്പഴമാണ്. അപ്പം ബാക്കി ഈ പഴങ്ങളൊക്കെ ഞാൻ കുട്ടയിലെടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ നാളെ പുട്ടുണ്ടാക്കണം കാലത്ത്. അപ്പം പഴത്തിന് പകരം മാങ്ങാപ്പഴം വെട്ടി വെച്ചിട്ട് മാങ്ങാപ്പഴം പുട്ടും നല്ലൊരു കോമ്പിനേഷനാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല, പക്ഷേ എനിക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഇവിടുത്തെ ചേട്ടന് മാങ്ങാപ്പഴം പുട്ടും നല്ല ഇഷ്ടമാണ്. കാണുമ്പോൾ അത്രയ്ക്ക് വലിയ കളറില്ല, അത്രയ്ക്ക് പഴുത്ത മാങ്ങാപ്പഴം പോലെ തോന്നുന്നില്ല. പക്ഷേ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഭയങ്കര രുചിയാണ്, നല്ല മധുരമാണ്. നമ്മൾ പഞ്ചാര വരിക്ക എന്നൊക്കെ പറയുന്നില്ലേ, അതിലൊരു ഇനമാണ്. അത് സെയിം അല്ല, എന്നാലും അതുപോലെ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയതോടെ ഞങ്ങൾ ടെറസിലേക്കൊന്ന് കയറി. കാലത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടൊന്നല്ല, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നല്ല തണുത്ത കാറ്റാണ്. ടെറസിൽ നിൽക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്, ഈ തണുത്ത കാറ്റ് കൊള്ളാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ ഡിന്നർ റെഡിയാക്കാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ഞാൻ ടെറസിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് കരിവേപ്പില എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ കടുക് കരിവേപ്പില പൊട്ടി ആവശ്യത്തിനുള്ള മസാല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഞാൻ നേരത്തെ ചേർക്കുവാണ്, ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കടല നേരത്തെ ടെറസിൽ പോകും മുൻപ് തന്നെ കുക്കറിൽ വേവിച്ചിട്ടിട്ടാണ് പോയത്. കുക്കറിൽ വെച്ചിട്ട് സിമ്മിലാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് തല്ലിയതാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഇത് ചേർത്തതിന് ശേഷം ഇത് ഒന്ന് ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പിടുമ്പം തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി സ്റ്റൗ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. 2 അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഒരു വശത്ത് ഇത് കടലക്കറി റെഡിയാകുന്നുണ്ട്, മറ്റൊരു വശത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുവാണ്. ഇപ്പോൾ തക്കാളി ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഞാനിതിൽ ചേർക്കുവാണ്. കുറച്ച് കടല മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം നമ്മൾ മിക്സിയിൽ അടിച്ച് ചേർക്കുമ്പം ഇച്ചിരി നല്ല തിക്നെസ് ഉണ്ടാവും. നമ്മൾ തിക്നെസ്സിനായിട്ട് തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് ചേർക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു തിക്നെസ്സിന് വേണ്ടിയാണ് കടല ഇച്ചിരി അരച്ച് ചേർക്കുവാണ്. ഞാനിപ്പോൾ ചേർത്തത് ഒരു കഷ്ണം ശർക്കരയാണ്. ശർക്കര ഒരു മധുരത്തിന് വേണ്ടിയാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി അല്പം മല്ലിപ്പൊടി ചേർക്കണം. അത് ഇച്ചിരി തിളയ്ക്കാനാവുമ്പോൾ ആ സമയം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കടല മിക്സിയിൽ അരച്ചില്ലെങ്കിലും കടല നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടുന്ന അത്രയ്ക്ക് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കടല അരച്ച് ചേർക്കേണ്ട. അപ്പം അതിൽ നേരത്തെ തന്നെ നല്ല തിക്നെസ് ഉണ്ടാകും, കാരണം കടല നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പം അതിൽ തിക്നെസ്സും ഉണ്ടാവും.
പക്ഷെ കടല ഇച്ചിരി വേവ് കുറവാണെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് കടല അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ ഇന്ന് ടെറസിൽ പോകുന്നതിന് മുൻപ് കടല വേവിക്കാനായിട്ട് സിമ്മിലിട്ടിട്ട് പോയി. വന്ന ഉടൻ തന്നെ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ കടല വേവ് കുറവല്ല, കണക്കായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ഉടഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മിക്സിയിൽ അടിച്ച് ചേർത്തത്. അങ്ങനെ ചപ്പാത്തി റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. അതുപോലെ കടലക്കറി റെഡിയായി. ഇനി അവസാനം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. അതുപോലെ ആവശ്യത്തിന് പുതിനയിലയും ചേർക്കുവാണ്. കറി റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അത് ഓഫായതിന് ശേഷം ഇച്ചിരി ഇരുന്ന് വെന്ത് കുറച്ചുകൂടി തിക്കാവും. കടലക്കറിയിലേക്ക് സമയം അല്പം കൂടുന്തോറും ചെറുതായിട്ട് ഒരു തിക്നെസ് ഉണ്ടാകും. അങ്ങനെ ഞാനൊരു മാങ്ങാപ്പഴം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചപ്പാത്തിയും കടലക്കറിയും മാങ്ങാപ്പഴമാണ് ഇന്ന് നൈറ്റുള്ള ഡിന്നർ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.